അപ്പോൾ അങ്ങനെ ചില സംഭവങ്ങൾ. അതുപോലെ ഒരിക്കലും ഇങ്ങനെ ഒരു പാട്ടിൽ ഇങ്ങനെ എഴുതിയപ്പോൾ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട, എനിക്ക് വേണ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകനാണ് റഫീഖ. അതെ, അതിൽ ശലഭ അടിക്കുന്നുണ്ട് കേട്ടോ. ശലഭ അടിക്കുക, ശലഭം വറക്കലോടെ ചെയ്യുക, അല്ല ശലഭം എന്നുള്ള വാക്ക് അവിടെ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളൊക്കെ നേരിടുന്ന ഒരു ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് ആണ് ഇതൊക്കെ. അല്ലെങ്കിൽ കീബോർഡിൽ വായിച്ചാൽ നോർമലി ഉള്ള സംവിധായകർക്കോ ഒന്നും ഈ പറയാൻ പറ്റില്ല ഇത് എന്താണ് ഈ ആ ഒരു സാധനം മാറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഈ ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് പറയാൻ അറിയണ്ടേ, സംഗീതം അറിയുന്ന ആൾക്കേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു സ്വരം ഒന്ന് മാറ്റുമോ എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആർക്കും ആരോടും പറയാം ആ വാക്കൊന്ന് മാറ്റുമോ എന്നുള്ളത്. റഫീഖൊക്കെ മാറ്റിച്ച് ബീഡിക്കുറ്റി അല്ലേ, അത് ഇത് കഴിഞ്ഞിട്ട് പറയാം. ആ പല്ലവി അനുപല്ലവി ചരണം എന്ന് പറയുന്ന ഫോമാറ്റ് വിട്ടിട്ട് സ്റ്റാൻസിന്റെ ഇടയിലുള്ള ഒരു ഹുക്ക് ലൈനും ബ്രിഡ്ജുമായിട്ടുള്ള ഫോർമാറ്റിലാണ്. അപ്പൊ ഇപ്പോ ഹുക്ക് ലൈൻ ധാരാളം പാട്ടുകളിലൊക്കെ വരുന്ന ഒരു കാലമാണ്. അപ്പൊ ഇത് ലൈലാഗമേ അന്ന് ഹുക്ക് ലൈൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഇത് ഹുക്ക് ലൈൻ ആണ്. അപ്പൊ ഇവരാദ്യം പറയും പല്ലവിയിൽ ആദ്യത്തെ വാക്ക് ഗംഭീരാക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് എഴുതും, തിരുത്തും. ഇതിപ്പോ ഇങ്ങനെ മാറ്റും. അപ്പുറത്തിരിക്കുന്നവർക്ക് ഇത് പോരെ, വർക്കാവില്ല എന്ന് തോന്നുന്നു എന്ന് പറയേ വേണ്ടു. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വാക്കുണ്ടാക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ പറയും പല്ലവി അടിപൊളിയായി, കുഴപ്പമില്ല, പക്ഷെ ഹുക്ക് ലൈനാണ് ഇതിലും പ്രധാനം എന്ന് പറയും. പിന്നെ ഈ ഹുക്ക് ലൈൻ അപ്പൊ മ്യൂസിക് ഡയറക്ടർ എന്തെങ്കിലും ഒരു എനിക്ക് തോന്നുന്നത് ദീവാനിയാന്നൊക്കെയാണ് രാഹുലേട്ടൻ പാടിയിരുന്നത്. അപ്പൊ ഇത് എഴുതി കൊടുക്കുന്നു സംവിധായകന്, അത് വേണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നത് നമ്മൾ ആ തുടക്കം കൊടുക്കുന്നു. അങ്ങനെയാണ് സത്യം പറഞ്ഞ് ഇവിടെ പറയാൻ തോന്നുന്നു. നമ്മുടെ ഈ എല്ലാ കെട്ടും വിട്ടു പോകുന്ന ടോയ്ലറ്റിലേക്ക് പോണ സമയത്താണ്. ഈ ടോയ്ലറ്റിൽ പോയിരിക്കുന്ന നേരത്ത് ജലഗിഥാറിന്റെ ലൈലാക ഗാനവും പ്രണയ നൃത്തം ചവിട്ടിയ പാതിരാ തെരുവുകൾ എന്ന് എങ്ങനെയോ വായിൽ വന്നു. അപ്പൊ ഏത് വാക്ക് വന്നാലും നമ്മളൊരു കുഴപ്പത്തിൽ പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇവിടെ വന്നിട്ട് ഷർട്ട് കീറിക്കഴിഞ്ഞാൽ ഈ എൻ്റെ കീറിയതാണോ അപ്പുറത്തിരിക്കുന്ന ആള് നോക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ സമയത്ത് ഈ എന്ത് വാക്ക് കിട്ടിയാലും ആ ദീവാനിയേക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചിന്തിച്ചിരുന്നത്. എന്ത് വന്നാലും അതിൻ്റെ അപ്പുറത്ത് വരി എഴുതുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ലൈലാഗമ എഴുതിയാലോ. ഞാൻ അതിനെ പറ്റിയിട്ട് കുറെ വിവരിച്ച് ഓഷ്യാനിയയിൽ 19-ാം നൂറ്റാണ്ടിൽ വന്ന പുഷ്പമാണ്, ഇതൊരു നാഗരിക സങ്കല്പത്തിലുള്ള സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ ഈ വാക്ക് പറയണതിൻ്റെ മുമ്പേ രക്ഷപ്പെട്ടാൽ മതി എന്നാണല്ലോ നമുക്ക്. ഇത് പറഞ്ഞിട്ട് ലൈലാഗമേ പറഞ്ഞു, അവർ ഓക്കെ പറഞ്ഞു. അതിന് തുടർച്ച വരി ഞാൻ എഴുതി, അല്ലാതെ ഞാൻ ഒന്നും അതിൽ ചെയ്തിട്ടില്ല, രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ഇവിടെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഒരു തിയേറ്റർ എത്തുന്ന സമയത്ത് അത് സംഭവിച്ചിട്ട് ഏതാണ്ട് 90 വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ മലയാള സിനിമയിൽ പാട്ടുണ്ടായിട്ട്. അപ്പോൾ ആ പാട്ടുകളെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് അതിനും പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. സത്യമായിട്ട് ആ പാട്ടുകളുടെ ആ ഒഴുക്കില് ഇന്നത്തെ ആധുനികതയുടെ ഈ ഒരു കാലഘട്ടത്തിന്റെ പാട്ടെഴുത്തിൽ തീർച്ചയായിട്ടും എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴും റഫീഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു പേരിന് വലിയൊരു പ്രസക്തിയുണ്ട്. കാരണം ആ പാട്ടെഴുത്തിന്റെ ഒരു രീതി വേറെ രീതിയിലേക്ക് അത് ആ സമയത്ത് എങ്ങനെയാണോ നിന്നിരുന്നത് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് റഫീഖ എന്ന് പറയുന്നത്. ഞാനൊക്കെ ഈ ആകാശവാണിയിലാണല്ലോ നമ്മൾ പാട്ട് കേൾക്കുന്നത്. അപ്പൊ ഈ പാട്ടെഴുത്തുകാരൊക്കെ എവിടെയോ ദൂരെയുള്ള ആളുകളാണ്. ഇപ്പൊ ഷിബു ചക്രവർത്തി എന്ന് പറയുന്ന പേരൊക്കെ കേട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചെങ്കോലും കിരീടവും ഒക്കെ വെച്ചിട്ടുള്ള ഒരു രാജാവാണ് ഇദ്ദേഹം, ഇങ്ങനെ പാട്ട് എഴുതി കൊടുക്കുകയാണ്, അത് സംഗീതം ചെയ്യുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഷിബു ചക്രവർത്തിയെ കാണുന്നത് വരെ. ആ സമയത്ത് പാട്ട് നമ്മുടെ അടുത്താണ് എന്നുള്ള ഒരു തോന്നല് എനിക്ക് ആദ്യം വന്ന് റഫീഖ ആ സമയത്ത് സിനിമാ ഗാനങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ആലോചനയ്ക്ക് വഴി തുറന്നിട്ട അച്ചുവേട്ടനോടും തിലകനോടും ജയകൃഷ്ണനോടൊക്കെ ഉള്ള എൻ്റെ സ്നേഹം അറിയിക്കുന്നു, നന്ദിയൊന്നും അറിയിക്കുന്നില്ല. ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പങ്കെടുക്കാൻ കഴിയും. പരിണാമ പ്രക്രിയയെ പറ്റിയിട്ടുള്ള ചെറിയൊരു കാര്യം ഹരി ഇവിടെ സൂചിപ്പിച്ചിരുന്നു. ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വന്ന മാറ്റങ്ങളോടൊപ്പം പാട്ടുകൾക്കും സിനിമകൾക്കും സിനിമാ തിയേറ്ററുകൾക്കും മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എല്ലാ കലകളും പലപ്പോഴും ഇപ്പൊ കവിത നമ്മൾ ആസ്വദിക്കുന്നത് വളരെ സ്വകാര്യമായിട്ടുള്ള നമ്മുടെ നിമിഷങ്ങളിലാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് കവിത വായിക്കുന്നു, ആ കവിതയിലൂടെ സഞ്ചരിക്കുന്നു, അനുധ്യാനം ചെയ്യുക തന്നെയാണ്. നമുക്ക് ഒറ്റയ്ക്കിരുന്ന് പാട്ട് കേൾക്കാം. നോവലോ അല്ലെങ്കിൽ കഥയോ വായിക്കുന്നതും അതുപോലെ തന്നെയാണ്. ഇതൊക്കെ തന്നെ ഏകാന്തമായിട്ടുള്ള ചില പ്രവൃത്തികളാണ്. മധ്യവരത ഇച്ചിരി കൂടുതലാണെന്നുള്ളതാണ്. ഞങ്ങൾ നേരിട്ട് പറയുന്ന ആളുകളാണ്.
പക്ഷെ റഫീഖിൻ്റെ ആ ഒരു പരിമിതി റഫീഖ് പാട്ടെഴുത്തിലൂടെ മറികടന്നെന്നാണ് എനിക്ക് തോന്നിയത്. പാട്ടെഴുതാൻ തുടങ്ങുമ്പോൾ റഫീഖിൻ്റെ ഈ മലയാള വൃത്തങ്ങളിലും താളങ്ങളിലുമുള്ള സുഗമമായ ഒരു യാത്ര വരാറുണ്ട്. മുമ്പത്തതിൽ എത്രയോ സുഗമമായി പദബന്ധങ്ങൾ, പദശയ്യ, പിന്നെ അറ്റുമണൽ ആണെന്നൊക്കെ ഞാൻ അവിടെ ഒരു പരസ്യമായിട്ട് സാറ് ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് പറയുകയൊക്കെ ചെയ്യും. എനിക്ക് 18 വയസ്സേ ഉള്ളൂ. നിങ്ങളിപ്പോൾ 18 വയസ്സുള്ള എന്നോടും അന്ന് ഒരു 50 വയസ്സുള്ള അദ്ദേഹത്തോടും കാലം ക്ഷമിച്ചു എന്നുള്ള കരുതിയാൽ മതി. അതേ സ്ഥലത്ത് പോയി കോടമ്പക്കത്ത് ഉള്ള അതേ ഹോട്ടലിൽ ഇരുന്നിട്ടാണ് ഞാൻ ആദ്യത്തെ സിനിമയിൽ, ഈ അന്നീർ റസൂൽ എന്നുള്ള സിനിമയിൽ പാട്ടെഴുതുന്നത്. ഞാനവിടെ പാട്ടെഴുതാൻ ചെന്നിരിക്കുമ്പോഴത്തേക്ക് വേറൊരു സീനിയറായ ഫിലിം മേക്കർ അവിടെ ഉണ്ട്. അയാൾ എൻ്റെ അടുത്ത് തോന്നുന്നു ഈ ഹോട്ടലിലാണ് ONV സാറൊക്കെ വന്നിരുന്ന പാട്ടെഴുതാറുണ്ട്. ചോദിച്ചു, നീ അതിന് ചിരിക്കുന്നത്? അപ്പം ഞാൻ ഈ കഥ പറഞ്ഞു. ഈ കഥ ഞാൻ പബ്ലിക്കായിട്ട് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ സാറുമായിട്ട് വയസ്സുകാലം നല്ല സൗഹൃദമൊക്കെ ആയി കേട്ടോ. അതൊന്നും പ്രശ്നം ഞാൻ പറയാം. മനുഷ്യരുടെ ജീവിതത്തിൽ തെറ്റുകളും കൂടെ ചേർന്നാണല്ലോ. തെറ്റുകൾ ഉള്ള വാക്ക് പോലുമില്ല. നമ്മൾ പല ദിശകളിൽ നമ്മൾ യാത്ര ചെയ്യും. എല്ലാ വഴികളും കറക്റ്റ് ഒരു സ്ഥലത്ത് എത്തണമെന്നൊന്നുമില്ല. പല വഴികളിൽ ലാൻഡിലെ മൃതശാഖയിൽ ലൈലാക വളർത്തിയും എന്നുള്ള അയ്യപ്പ പണിക്കർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലൈലാക്ക് എന്ന് പറയുന്ന അല്ല നല്ലൊരു സാധനമാണ് തോന്നുന്നു അല്ല അൻവർക്ക് അതിനെ പറ്റി. ഹലോ, പാർന്നു നമ്മൾ എന്നുള്ളത് ഞാൻ എഴുതിയിട്ടേ. അപ്പം അത് വാസ്തവത്തിൽ നമ്മുടെ പാട്ടുകാരിൽ നല്ലതുപോലെ ഭാഷ അറിയാവുന്ന ഒരാളാണ് ഷഹബാസ്. കവിതയൊക്കെ ആയിട്ട് ബന്ധം. ഷഹബാസിന് പോലും ഒരു സംശയം ഉണ്ടായിരുന്നു, അത് മനസ്സിലാവുമെന്നുള്ളത്. പാരുക, അപ്പം ഞാൻ പറഞ്ഞ അതിൻ്റെ മറ്റേ വർത്തമാന രൂപം പാരുക എന്നുള്ളതാണ് മലയാളത്തിൻ്റെ നല്ലൊരു ദ്രാവിഡ പദം. നമ്മൾ സാധാരണ ഇപ്പോൾ ഉപയോഗിക്കാറുണ്ടെങ്കിൽ നാട്ടിൽ ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അവസാനം വരെ അത് പ്രശ്നമായിരുന്നു. ഞാൻ അവസാനം വരെ പിടിച്ചു നിന്നിട്ടാണ് അത് കയറുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായത് ആ പാട്ട് വന്നതിന് ശേഷം ആ വാക്ക് വ്യാപകമായി, ആളുകൾ ഉപയോഗിക്കുന്നൊരു വാക്കായി മാറിയത്. അപ്പം അങ്ങനെ ഒരു റോളും അങ്ങനെയും നമ്മൾ ചില സമയത്ത് ബലം പിടിച്ച് ഭാഗ്യമുണ്ടെങ്കിൽ ചില വാക്കുകളെ തിരിച്ചു പിടിക്കാൻ പറ്റും. വാക്കുകളെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയെ തിരിച്ചു പിടിക്കുന്ന പോലെ പ്രധാനപ്പെട്ട കാര്യമാണ് വാസ്തവം. അടുത്തത് ഒരുപാട് സിനിമകളുടെ പിറവി ഉണ്ടായിരിക്കും. ഞാൻ രായരനെല്ലൂർക്കാരൻ കൂടിയാണ്, രായരനെല്ലൂർ മലയുടെ സമീപവാസിയും കൂടിയാണ്. അപ്പം അതൊക്കെ പലതും പല ചിത്രങ്ങളിലായിട്ട് പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ്. വന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഗതിയായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഈ പലതരത്തിലുള്ള മനുഷ്യ അവസ്ഥകളിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീയുടെ മനസ്സിൽ, കുട്ടികളുടെ മനസ്സ്, പിന്നെ ഭക്തന്റെ മനസ്സ്, മദ്യപന്റെ മനസ്സ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഈ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പം അങ്ങനെ പല കഥാപാത്രങ്ങളുടെയും എല്ലാവരും ഇപ്പോൾ പിന്നെ ഒരേപോലെ ആയിരിക്കില്ല, അല്ല പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ. ചിലപ്പോൾ ഒരു കൗമാരക്കാരിയായിട്ടുള്ള പെൺകുട്ടിയായിരിക്കും, അത് തട്ടം പിടിച്ച് വലിക്കല്ലേ എന്നുള്ള പാട്ട് അങ്ങനെ വരുന്നു. അതല്ലെങ്കിൽ അങ്ങനെ കുറച്ച് മുതിർന്ന പിന്നെ ഒരു പ്രണയനഷ്ടം സംഭവിച്ചിട്ടുള്ള ഒരു മുതിർന്ന സ്ത്രീ ആയിരിക്കാം, അല്ലെ പുരുഷന്മാരായിരിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള മനുഷ്യരുടെ മാനസികാവസ്ഥകൾ കവിത എഴുതുമ്പോൾ അത് സാധ്യമല്ല. കവിത എഴുതുമ്പോൾ നമ്മളെ ഏറ്റവും അധികം ബാധിക്കുന്ന, എന്നെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നുള്ളൂ. പാട്ടിൽ എനിക്ക് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് ഈ സിനിമയിലൂടെയുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ പ്രശസ്തിയോ അല്ലെങ്കിൽ സംഭവത്തെക്കാളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഭയങ്കര ആഹ്ലാദം നൽകിയിട്ടുള്ള ഒരു കാര്യം. അത് നമ്മൾ ഞങ്ങളൊക്കെ എന്നല്ല, ഇതിന് മുമ്പുള്ള ആൾക്കാരെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഭാസ്കരൻ മാഷൊക്കെ എന്തൊക്കെ ഇപ്പൊ നേരത്തെ കുട്ടി പാടിയിട്ടുള്ള, ആതിര പാടിയിട്ടുള്ള അവിടുന്നൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ട് അരിയിലിരിക്കുക എന്നുള്ള പാട്ടൊക്കെ ഒരു പെണ്ണിന് മാത്രം, എത്രയോ അങ്ങനത്തെ പാട്ട്, മഞ്ഞണി പൂനിലാവ്, പേരാറ്റിൻ കടവിങ്കൽ, അങ്ങനെയുള്ള നിരവധി പാട്ടുകൾ, ഭാസ്കരൻ മാഷുടെ പാട്ടുകൾ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. എത്രയോ പാട്ടുകൾ, കടക്കണ്ണിൻ മുന കൊണ്ട് കത്തെഴുതി പോസ്റ്റ് ചെയ്യാൻ ഇടയ്ക്കിടെ വേലിക്കൽ വരുന്ന ബീവി, അങ്ങനെയൊക്കെയുള്ള അങ്ങനെ പല. അപ്പൊ അതേസമയം പിന്നെ സ്വപ്നങ്ങൾക്ക് ഇന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറി എടുത്തു, കള്ളുകൂടിയാൻ പാടുന്ന പാട്ടാണ്. വേറെ സ്ഥലത്ത് എന്താണ് മറ്റേ എന്താണ് മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവർ ഒരു ദിനം തിരിച്ചു വന്നാൽ, വലിയ ഹൈ ഫിലോസഫിക്കലായിട്ടുള്ള ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ എഴുതാനുള്ള ഒരു സിനിമ പാട്ടാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു അവസരം സിനിമ തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഗതി. പിന്നെ മറ്റേതെന്ന് വെച്ചാൽ ഞാൻ ഈ തൃശ്ശൂർ ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും ബോർഡറിൽ താമസിക്കുന്ന ഒരാളാണ്. എനിക്ക് പാലക്കാട് ജില്ലയായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. എൻ്റെ പെങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പാലക്കാടിലെ ഉൾഗ്രാമങ്ങളിലൊക്കെ താമസിച്ചിട്ടുണ്ട്. അന്ത്യാളം കാവുകൾ കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള സംഗതികൾ കണ്ടിട്ടുണ്ട്. മലകളുടെ ഇടയിൽ കൂടെ മേഘങ്ങൾ ഇരുണ്ടുകൂടി മഴ വരുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന സംഗതികൾ മുഴുവൻ ഇങ്ങനെയുള്ള കുറേ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെ കുറേ അനുഭവങ്ങളും അനുഭൂതികളും
ഈ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും അതിൻ്റെ കാര്യങ്ങളും പല വ്യത്യസ്തമായിട്ടുള്ള പല വിഭാഗങ്ങളുടെ ആയിരിക്കാം, എങ്കിൽ പോലും അങ്ങനെയുള്ള എല്ലാ അങ്ങനത്തെ ഉത്സവങ്ങൾ, അതിലെ മനുഷ്യരുടെ നിഷ്കളങ്കമായിട്ടുള്ള ചില സന്തോഷങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അത് പാട്ടിലൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിയാനൂർ പാടത്തിന്റെ അവിടെയാണ് ചങ്കരംകുളത്ത്. അതുപോലെ ഒരു അതിർത്തി അങ്ങ് വരയ്ക്കുക എന്ന് വിചാരിക്കാം. എവിടെയായിരിക്കും ഈ പഴയ പാട്ടിനും പുതിയ പാട്ടിനുമുള്ള അതിർത്തി വരയ്ക്കുക? ഞാൻ കണ്ട അതിർത്തി ഗിരീഷ് പുത്തഞ്ചേരി വരെ ആ ഒരു ഇത് നിന്നിരുന്നു. പിന്നെ അവിടുന്ന് കണ്ട് ഓക്കെ, സമ്മതിച്ചു, ഉത്തരം കിട്ടി. ഞാൻ പറയാം. ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഭാസ്കരൻ മാഷ് കഴിഞ്ഞാൽ അവിടെ വര അത് കഴിഞ്ഞാൽ റഫീഖ് അഹമ്മദിൽ വര വരയ്ക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളെ വിമർശിച്ചവരുണ്ടാവും, കൈതപ്രത്തിന്റെ പാട്ടുകളെ വിമർശിച്ചവരുണ്ടാവും, അത് ഇഷ്ടപ്പെടാത്തവരും ഉണ്ടായിരിക്കും. അപ്പൊ ഇത് തലമുറ മാറും തോറും ഈ പുതിയ പാട്ടുകൾ, ഇപ്പൊ ഈ ഒരു കൗമാരകാലത്ത് ജീവിച്ച കുട്ടികളോട് ആവേശത്തിലെ പാട്ടുകളായിരിക്കും ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടം. അവരുടെ ബാല്യത്തിനെയും കൗമാരത്തിനെയും സ്വാധീനിച്ച പാട്ട് എന്നുള്ള നിലയ്ക്ക് ആവേശത്തിലെ പാട്ടായിരിക്കും ഇവിടെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം, അവര് പാടി നടക്കുന്നുണ്ടായിരിക്കും. ഈ ഇഷ്ടം അവര് വളർന്ന് ഒരു യുവാവായിട്ട് 30 വയസ്സുള്ള ആളാവുമ്പോഴും അവര് ഈ ഇഷ്ടം കൊണ്ടുപോകും. അപ്പൊ അവര് അതിന്റെ ശേഷം വന്ന പാട്ടുകളെ അവർക്ക് അത് ഇഷ്ടമല്ല എന്ന് പറയും. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു, നമ്മളൊക്കെ അടങ്ങുന്നവരുടെ ബാല്യ കൗമാരങ്ങളെ സ്വാധീനിച്ച പാട്ടുകളാണ് നമ്മൾ എന്നും ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നതും നമ്മുടെ ഉള്ളിലുള്ളതും എന്ന് തോന്നുന്നു. അത് അല്ലാത്ത പാട്ട് ഇഷ്ടപ്പെടില്ല എന്നല്ല, അത് കഴിഞ്ഞവയെ നമ്മൾ പുറന്തള്ളും, അത് നമുക്ക് പുതിയതായിട്ട് തോന്നുകയും ചെയ്യും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പാട്ടുകൾ, ആവേശത്തിന്റെ ഒരു പാട്ടിനെ സ്വീകരിച്ച ഒരു തലമുറ, ഇവര് ഒരു പ്രായപൂർത്തിയായിട്ട് 30 വയസ്സോ 35 വയസ്സോ എത്തുമ്പോൾ അവരുടെ മനസ്സിൽ ഈ പാട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ ഇത് തുടർന്ന് പോവുകയാണ് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഭാവുകത്വത്തിന്റെ മാറ്റങ്ങളാണ് ഇതിൽ കാണുന്നത്. പുതിയ കുട്ടികൾക്ക് ചോദിക്കുമ്പോൾ അവരുടെ ഭാവുകത്വം വേറെയാണ്. പരീക്ഷണങ്ങൾ അന്ന് നടക്കുന്നുണ്ട്, ഇന്ന് നടക്കുന്ന ആവേശത്തിലെ പാട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. വാസ്തവത്തില് പോത്ത് പോലെ വളർന്നു ഭാസ്കരൻ മാഷ്. മാത്രമല്ല ഈ റഫീഖിന്റെ തന്നെ മെലഡികളോളമോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് ഇടുക്കി എന്നുള്ള പാട്ട്. അപ്പൊ റഫീഖിന്റെ പാട്ട് പറഞ്ഞാൽ എല്ലാവരും മറ്റേ മരണമെത്തുന്ന നേരത്തും നെഞ്ചത്തടി നിലവിളി, അത് അത്തരം പാട്ട് മതി എന്നുള്ളതാണ്. അങ്ങനെ മെലഡി മാത്രമല്ലല്ലോ പാട്ട്, തമിഴന്മാരാണ് നമ്മളത് പഠിപ്പിച്ചത്. ഡാഡി മമ്മി വീട്ടിലില്ല എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെ ആ ടൈപ്പ് പാട്ടുകൾ, അല്ലെങ്കിൽ ഇളയരാജയുടെ ഒക്കെ അപ്പൊ അതിന്റെ ഒരു സ്വാധീനം മലയാളത്തിൽ വന്ന കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഇപ്പൊ റഫീഖിനെ പോലെ മെലഡികൾ മാത്രം സ്പെഷ്യലൈസ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പാട്ട് എഴുതുകാരൻ ഇടുക്കി പോലെ എന്ത് രസമാണ് ഇടുക്കി എന്നുള്ള പാട്ട്, അത് ട്യൂണിന് എഴുതിയല്ലോ അത്. ട്യൂണാ അത് അതിനകത്ത് എന്തൊരു ഉഗ്ര വിഷ്വൽ ഉണ്ടെന്ന് അറിയോ? നല്ല മെലഡിയാണ് അല്ലേ? ഞാൻ മെലഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെലഡിക്കായ എലമെന്റിന് മാത്രം പ്രാധാന്യം കൊടുക്കും. അതെ, പ്രണയ മെലഡികൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കഴിയുമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്കും അവിടെ ഇരിക്കുന്നവർക്കും എല്ലാം മുൻവിധി മാറ്റി വെച്ച് ഇതിനെ